എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ കാണിക്കുന്നത്. ഇന്നത്തെ ഒരു ഓട്സിന്റെ ദോശയാണ്, ഒരു ചട്നി, പീനട്ട് ചട്നി, നിലക്കടല കൊണ്ടൊരു ചട്നി. അപ്പൊ ഓട്സിനെ കുറിച്ച് പിന്നെ പറഞ്ഞ ഡയബറ്റിക് ആൾക്കാർക്കൊക്കെ വളരെ എല്ലാവരും ഉപയോഗിക്കുന്ന ഓട്സ് കൊണ്ടുള്ള പല വിഭവങ്ങളുമാണല്ലോ. അരിയുടെ ദോശ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഓട്സ് കൊണ്ട് ദോശ, ഓട്സ് കൊണ്ട് പുട്ടുണ്ടാക്കാം. പുട്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട്, പക്ഷെ ദോശ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതുപോലെ പിന്നെ അപ്പൊ നമുക്ക് എങ്ങനെയാ, എന്തൊക്കെയാണ് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്നൊന്ന് നോക്കാം. അപ്പൊ ഇതിന് 2 ഗ്ലാസ് ഓട്സ് ആണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഇത് മറ്റേ സാധാ ഇൻസ്റ്റന്റ് ഓട്സ് ആണ്. 2 ഗ്ലാസ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് നേരം വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കണം. 5 മിനിറ്റ് നേരം അവിടെ ഇരിക്കട്ടെ, ഒന്ന് കുതിരട്ട വെള്ളത്തിൽ. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കിയാൽ, ഈ ദോശയിലേക്കുള്ളത് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല ചട്നിക്കും വേണം കേട്ടോ. പിന്നെ ജീരകം, കുറച്ച് തേങ്ങ ചിരകിയത് അതുകൂടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കണം. ആദ്യം ഇതൊരു 5 മിനിറ്റ് കുതിരട്ടെ. അപ്പോഴേക്ക് നമുക്ക് പീനട്ട് ചട്നി എങ്ങനെ ഉണ്ടാക്കണമെന്ന് പെട്ടെന്ന് നോക്കാം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വിചാരിച്ചാൽ, പീനട്ട്, ഇത് വറുത്ത പീനട്ടാണ്, റോസ്റ്റ് ചെയ്ത് വെച്ചതാണ്, എന്നാലും ഒന്നുകൂടി റോസ്റ്റ് ചെയ്യാം. പിന്നെ തക്കാളി അല്ലെങ്കിൽ പുളി ഇടാം, വെളുത്തുള്ളി, ചുവന്നമുളക്, സവാള, ചെറിയ ഉള്ളിയാണ് നല്ലത് കേട്ടോ. രാവിലെ ആകുമ്പോൾ സവാളയാണ് ഞാൻ എത്തിക്കുന്നത്, മറ്റേത് കുറച്ച് നേരം പിടിക്കില്ല. അപ്പൊ ഇതെല്ലാം കൂടി ഒരു കറിവേപ്പിൻ്റെ ഇല, ഇതെല്ലാം കൂടി ഒരു ചട്നി, അത് ആദ്യം ഉണ്ടാക്കാം. അപ്പോഴേക്ക് ഇതൊന്ന് കുതിരട്ടെ. നമുക്ക് സ്റ്റവ് ഒന്ന് കത്തിക്കാം, ഇതൊന്ന് ചൂടാവട്ടെ. നമുക്ക് ഈ പീനട്ട് ഒന്നുകൂടി, ഇത് റോസ്റ്റ് ചെയ്താണ്, ഒന്നുകൂടി റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഇത് തോല് കളഞ്ഞിട്ടും ഉണ്ടാക്കാം, ഞാൻ തോല് കളയാതെ കേട്ടോ അരയ്ക്കണത്. തേങ്ങ ചിരകാനൊക്കെ പ്രയാസമുള്ളപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. ഇതൊന്ന് റോസ്റ്റ് ചെയ്യുക. ഇതൊന്ന് റോസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണ ഇല്ലാതെയാണ് റോസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാൻ വെച്ചിട്ടുണ്ട്. നമുക്കൊരു ഏകദേശം 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇടാം. സവാള, കറിവേപ്പിൻ്റെ ഇല, മുളക്, വെളുത്തുള്ളി ഒക്കെ ഒന്ന് ആദ്യം ഒന്ന് വാട്ടിയെടുക്കാം. ഒരു തക്കാളി എടുത്തിട്ട് തക്കാളി ഇട്ടിട്ടുണ്ട്. തക്കാളിക്ക് പുളി ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ വേണമെങ്കിൽ ഒരു ലേശം പുളി ഇട്ട് അരയ്ക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. എല്ലാം മൂത്തിന് ലേശം മുളക് പൊടി ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. എൻ്റെ എരി കുറച്ച് കുറവുള്ള മുളകാണ്, അപ്പോൾ ലേശം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. തക്കാളി ഇപ്പോൾ ഏകദേശം നല്ലോണം അങ്ങനെ വെന്ത് ഇതാവൊന്നും വേണ്ട. ഓക്കെ ആയിട്ട് ഇനി അതിലേക്ക് നമുക്ക് ഈ വറുത്ത പീനട്ട് കൂടി ഇടാം, നിലക്കടല. ഇനി അവിടെ ഇരിക്കട്ടെ, തണുത്തിട്ട് നമുക്കത് അരച്ചെടുക്കാം. അപ്പോഴേക്ക് നമുക്കിനി ദോശ ഉണ്ടാക്കാം. അപ്പോൾ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചട്നി ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് വറവിടണം. ലേശം എണ്ണ ഒഴിക്കാം, വെളിച്ചെണ്ണ, എന്നിട്ട് കുറച്ച് കടുക് ഇടുക. എണ്ണ ഒന്ന് ചൂടാവട്ടെ. കുറച്ച് ഉഴുന്നുപരിപ്പിടുക. അത് പൊട്ടുമ്പോഴേക്ക് കുറച്ച് കടുക് ഇടുക. അതൊന്ന് ചുവന്ന് കളറാകുമ്പോഴേക്ക് കുറച്ച് മതി. 2 വറ്റൽമുളക് ഇടാം. നമുക്കത് ഈ ചട്നി ഇതിലേക്ക് ഇടാം. ഇത് വെള്ളത്തോടെ വേണമെന്നുണ്ടെങ്കിൽ ലേശം വെള്ളം ഒഴിച്ചിട്ട് ജ്യൂസാക്കാം. നല്ല കട്ടിയിലാണ് വേണ്ടിയിട്ട് അങ്ങനെ തന്നെ അങ്ങനെ ചെയ്താൽ മതി.
പീനട്ട് ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ലൂസാക്കിയിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഓട്സൊക്കെ കുതിർത്തി വെച്ചതാണ്. ഇനി നമുക്ക് ഈ വെള്ളത്തിൽ തന്നെ അങ്ങോട്ട് അരച്ചെടുക്കാം. നമുക്ക് 2-3 പച്ചമുളക് ഇടാം. ഇഞ്ചി കുറച്ച് വലിയ കഷ്ണം, അത് ചെറുതാക്കട്ടെ. കറിവേപ്പിൻ്റെ ലേശം ഇടാം. ജീരകം 1 സ്പൂണ് ജീരകമാണ് ഇട്ടിങ്ങനെ കേട്ടോ. 1 സ്പൂണ് ജീരകം. പിന്നെ തേങ്ങ ചരകിയത്, 1 പിടി തേങ്ങ ചരകിയതിട്ടുണ്ട്. ഈ ഇഞ്ചി ചെറിയ പീസാക്കിയിട്ട് അതിലിടണം. എന്നിട്ട് നമുക്കൊന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ ഓട്സ് ദോശേൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് മിക്സ് ചെയ്തിട്ട് ഇതെല്ലാം ഞാൻ ഉപ്പിട്ടിട്ടില്ല കേട്ടോ. ഉപ്പിടാൻ മറന്നുപോയി. ഉപ്പിടാൻ മറന്നുപോയി. ഉപ്പ് ഒരു പാകത്തിന് അറിയാമല്ലോ, പക്ഷെ ഉപ്പിടുക. മിക്സ് ചെയ്യട്ടെ. ദോശേൻ്റെ പാൻ വെച്ചിട്ടുണ്ട്. സ്റ്റവ് കത്തിച്ചിട്ട് ലേശം എണ്ണ അധികം വേണ്ട, കുറച്ച് മതി. ചൂടാവട്ടെ. വേവട്ടെ. കുറച്ച് നെയ്യും ഇതിലേക്കൂടെ ഒഴിക്കാം. ഒന്നുകൂടി ക്രിസ്പി ആവട്ടെ. ഇത് ഒന്നും കൂടി നല്ലത് റോൾഡ് ഓട്സ് ഉണ്ടല്ലോ, റോൾഡ് ഓട്സ് കൊണ്ടാണ് കേട്ടോ. ഇൻസ്റ്റൻറ്റ് ഓട്സ് ആയ കാരണം കുറച്ചൊരു ഇതുണ്ട്, ഇതിന് കുഴഞ്ഞു പോകണം. ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇഷ്ടമായാൽ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.